എടേ രക്ഷപ്പെട്ട് ഇത് LCU അല്ല, ഇത് LCU ആകണം അല്ലെങ്കിൽ LCU ആയിട്ട് കണക്ഷൻ വരണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് ഖേദിക്കുന്നുണ്ട്. നിങ്ങളും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും LCU ആണെന്ന്. കാര്യം നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഒരുപാട് സ്റ്റാർസിനെയൊക്കെ ഒരുമിച്ച് സ്ക്രീനിൽ കാണാല എന്നൊക്കെയാണ്. ആ പ്രതീക്ഷകളൊക്കെ വെട്ടിക്കണ്ടിച്ച് ദൂരെ എറിയാൻ മനസ്സിൽ നിന്ന്. ഇതെങ്ങാനും LCUവിൽ കൊണ്ട് വച്ചിരുന്നെങ്കിൽ LCU എന്ന് പറഞ്ഞ സംഭവം തുടർന്ന് കൊണ്ടുപോകുന്നതിന് യാതൊരു അർത്ഥവും ഇല്ലാതെ പോകും. ഒരു ഇമ്പാക്റ്റും പിന്നെ ഉണ്ടാകത്തില്ലായിരുന്നു. അതിന് ലോകേഷ് കനകരാജിന് ആദ്യമേ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. സ്പോയിലേഴ്സ് ഒന്നുമില്ലാതെയാണ് റിവ്യൂ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ സിനിമയുടെ റിവ്യൂ സ്പോയിലേഴ്സ് ഇല്ലാതെ പറയാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ നമ്മൾ മാക്സിമം സ്പോയിലേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ട്. തിയേറ്ററിൽ കാണണമെന്ന് ഉദ്ദേശിക്കുന്നവർ ആ ഒരു ആസ്വാദന, ആ ഒരു മികവിൽ തന്നെ കാണണം. അതാണ് നമ്മുടെ ലക്ഷ്യം. സോ തുടങ്ങാല്ലേ. ഹലോ സിനിഫാൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. ഞാൻ ഈ റിവ്യൂവിൽ പോസിറ്റീവ്സ് വേറെ നെഗറ്റീവ്സ് വേറെ അങ്ങനെ വേർതിരിച്ച് രണ്ട് സെക്ഷനായിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് മിക്സറായിട്ട് ഒരു അവിയൽ പരുവത്തി മൊത്തം അങ്ങ് പിടിക്കാം. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ, ഒരു സൂപ്പർ സ്റ്റാർ സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ കാർഡ് തൊട്ട് തുടങ്ങണം. അത് സൂപ്പർ സ്റ്റാറിൻ്റെ ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ല. പണ്ട് തൊട്ടേ പുള്ളി തുടക്കം വെച്ചൊരു സംഭവമാണ് സൂപ്പർ സ്റ്റാർ രജനി എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ കാർഡ്. അന്ന് തൊട്ടേ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു മാസീവ്, ഒരു കൾട്ട് ഫോളോയിങ്ങോട് കൂടി. പിന്നെ ലോകേഷ് കനകരാജനും വിത്ത് തളപതി വിജയുമായിട്ട് വേറൊരു സംഭവത്തിന് തുടക്കം കുറിച്ച് ലിയോ എന്ന് പറയുന്ന സിനിമയിലൂടെ ഒരു മ്യൂസിക്കും കുറേ ഫോട്ടോസൊക്കെ കയറ്റി. തളപതി ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ആ സാധനം കാണാൻ വേണ്ടി മാത്രം ആ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാമായിരുന്നു. അത്രയ്ക്ക് മാസീവായിരുന്നു. വിജയുടെ എല്ലാ സിനിമയിലും ഇനി ആ മ്യൂസിക് വെച്ച് ഈ സംഭവം അവർക്ക് ഉപയോഗിക്കാം. അമ്മാതിരി ലെവൽ സാധനമാണ് വിജയ്ക്ക് കിട്ടിയേക്കുന്നത്. അതിനുശേഷം ഒരുപാട് ആക്ടേഴ്സ് ട്രൈ ചെയ്തു. കുറച്ച് നാൾ മുമ്പ് റിലീസായ നമ്മുടെ പവൻ ഗാരുവിൻ്റെ ഹരഹര വീര മല്ലുവിനകത്തും അതൊരു അപരാധമായിട്ട് കാണിക്കുന്നുണ്ട്. ഗുഡ് ബാഡ് അഗളിക്കകത്ത് അജിത്തിൻ്റെ പടത്തിൽ കാണിക്കുന്നുണ്ട്. സൂര്യയുടെ റെട്രോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പം തലൈവർ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ സൂപ്പർ സ്റ്റാർ ടൈറ്റിൽ വിത്ത് 50 years ഓഫ് രജനിസം അങ്ങനത്തെ ഒരു സംഭവം വെച്ചാണ് പിടിച്ചേക്കുന്നത് വിത്ത് അനിരുദ്ധ് മ്യൂസിക്. പക്ഷേ പാളിപ്പോയി. ആ ഒരു സീൻ ഇങ്ങനെ തിയേറ്ററിൽ വരാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാര്യം അത് വെച്ച് നമുക്ക് ആ സിനിമയെ മൊത്തത്തിൽ വിലയിരുത്താം. ഇതൊരു ലോകി പണ്ണലാണല്ലോ. മറ്റേതും പടച്ചു വിട്ടത് ലോകിയാണല്ലോ, ഏത് ലിയോയിൽ. അപ്പോൾ ഇതിനകത്തും അമ്മാരി ഒരു സാധനം പ്രതീക്ഷിച്ചു, നിരാശ അടിച്ചു, നിർവികാരത അടിച്ചു. പിന്നെ ഈ സിനിമ മൊത്തത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ എനിക്കടിച്ചത് ഈ ഒരു ഫീലാണ്. ഒരു നിർവികാരതയാണ്. കാര്യം ഒരുപാട് സംഭവങ്ങൾ ഇവന്മാർ കാണിച്ചു വെക്കാൻ നോക്കുന്നുണ്ട്. മൊത്തത്തിലൊരു നിർവികാരത. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ കൊണ്ട് എനിക്കൊരു റിക്വസ്റ്റാണ്. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കേൾക്കത്തൊന്നുമില്ല, എങ്കിലും പറയാല്ല. കാര്യം ഫൈറ്റ് ചെയ്യിപ്പിക്കരുത്. കാര്യം പുള്ളിയുടെ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു പ്രായമൊക്കെ പോയി, അതൊക്കെ കഴിഞ്ഞു പോയി. പുള്ളിനെ സ്ക്രീനിൽ കൊണ്ട് നിർത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുക, തോക്കൊക്കെ എടുത്തു വെച്ച് വെടിവെപ്പിക്കുക, അതൊക്കെ ചെയ്യിപ്പിക്കാവുള്ളൂ. ജയിലറിനകത്ത് നെൽസൺ എന്താണോ ചെയ്യിപ്പിച്ചത് ആ സാധനമേ ഇനി സൂപ്പർ സ്റ്റാറിനെ വെച്ച് ഏതൊരു ഡയറക്ടറും പിടിക്കാവുള്ളൂ. അത് പിടിച്ചാൽ മാത്രമേ നമുക്ക് സ്ക്രീനിൽ ഇമ്പാക്റ്റ് തോന്നത്തുള്ളൂ. കാര്യം ഇതിനകത്ത് എല്ലാ ഫൈറ്റും രജനീനെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാബോറായിട്ടുണ്ട്. മഹാബോറെന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പാക്റ്റ് കിട്ടുന്നില്ലടേ. കാര്യം രജനി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സംഭവം ആദ്യത്തെ കുറച്ച് സീനൊക്കെ തോന്നി. വീണ്ടും വീണ്ടും പുള്ളിയുടെ ഫൈറ്റ് വരുമ്പോഴത്തേക്കും നിർവികാരത, വീണ്ടും നിർവികാരത. ഫൈറ്റിൽ മൊത്തത്തിലൊരു നിർവികാരത തോന്നിയെങ്കിലും ഡാൻസിൽ എനിക്ക് തോന്നിയില്ല. ആദ്യത്തെ സൂപ്പർ സ്റ്റാറിൻ്റെ ആ ഒരു ഡാൻസിൽ, ആ ഇൻട്രോ സോങ്ങിൽ നല്ല കിടിലനായിട്ട് പുള്ളിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വിത്ത് ആ ഒരു സ്കാർഫൊക്കെ വെച്ചിട്ട് നൈസ് മൂമെൻറ്റ്സ് ആയിരുന്നു. അതെന്തായാലും കിടിലനായിട്ടുണ്ട്. പിന്നെ മറ്റൊരു പാട്ട് മോണിക്ക, ട്രെൻഡായ മോണിക്ക സോങ്, പൂജ ഹെജൊക്കെ വന്നിട്ട് അത് എന്തിനായിരുന്നെന്ന് പോലും അറിയാൻ പാടില്ല. വെറുതെ കൊണ്ട് കുത്തിക്കയറ്റിയ ഒരു സോങ്, ഒരാവശ്യമില്ലായിരുന്നു. അതില്ലെങ്കിലും ഈ സിനിമ നല്ല രീതിയിൽ പോയേനെ. പക്ഷേ നല്ല രീതിയിൽ പോയിട്ടില്ല. ആ സോങ് വന്നുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടായിട്ടില്ല. ഇനി സൗബിനിലേക്ക് വരാം. നമ്മുടെ ആളാണല്ല, പുള്ളിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റിയല്ല. പുള്ളി ഇതിനകത്ത് തീ പാറിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ തീ പാറിയിട്ടുണ്ട്, കുറേയൊക്കെ കെട്ടുപോയിട്ടുണ്ട്, കുറേയൊക്കെ കനലായിട്ടുണ്ട്, കുറേയൊക്കെ വെറും ചാമ്പലായിട്ടുണ്ട്. കാര്യം പുള്ളീനെ ഇതിനകത്ത് കൊണ്ടുവന്നത് എന്തായാലും അടിപൊളിയാണ്. നല്ലൊരു ക്യാരക്ടർ കൊടുത്ത് തന്നെയാണ് കൊണ്ടുവന്നത്. വെറുതെ കോമാളിയാക്കാനൊന്നും കൊണ്ടുവന്നതല്ല. പക്ഷേ ജയിലറിൽ വിനായകന് കിട്ടിയൊരു സാധനം ഉണ്ടല്ലോ, വിനായകൻ ചെയ്തു വെച്ചൊരു സംഭവം, അതുപോലെയൊന്നും പെർഫോം ചെയ്യാൻ സൗബിനെ കൊണ്ട് പറ്റിയിട്ടില്ല. പക്ഷേ സൗബിൻ്റെ മാക്സിമം സൗബിൻ ചെയ്തിട്ടുണ്ട്. അത് നല്ല കിടിലനായിട്ടുണ്ട്. നല്ല സ്ക്രീൻ ടൈമും സൗബിനുണ്ട്. രജനീകാന്തിനെ പോലെ തന്നെ സ്ക്രീൻ ടൈം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാനിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ക്യാമിയോ അല്ല, ഒരു മുഴുനീള റോളാണ്. വില്ലൻ കഥാപാത്രമാണ് നാഗാർജുനനെ കൊണ്ട് നല്ല രീതിയിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നാഗാർജുനയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിച്ച ഇമ്പാക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നിർവികാരതയാണ് കുറേ സീനിൽ വരുന്നത്. അവിടെ ഇവിടെയൊക്കെ വെട്ടിക്കൊല്ലുന്നുണ്ട്, കുറേ പേരെയൊക്കെ ഇടിച്ച് ചോരയൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ മൊത്തത്തിൽ നിർവികാരത. വിക്രം സിനിമയിൽ നമ്മൾ ഈ സാധനം നമ്മുടെ വിജയ് സേതുപതി എന്നൊക്കെ കണ്ടപ്പോഴത്തേക്കും കിട്ടിയൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, ആ പവർ ഇതിനകത്ത് ആരൊക്കെ വന്ന് എന്തൊക്കെ ചെയ്യാൻ നോക്കിയിട്ടും പറ്റിയിട്ടില്ല. പക്ഷേ ഒരാൾ വന്നപ്പോൾ എൻ്റെ പൊന്നെ, ഈ മനുഷ്യനെ നമുക്ക് ജയിലർ കണ്ടപ്പോഴത്തേക്കും ശിവരാജ് കുമാർ വന്നൊരു സംഭവമുണ്ട്. മലയാളികൾക്ക് പൊതുവേ പുള്ളി വലിയ ഫേമസ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആരാടാ ഇത്, ഏത് മനുഷ്യനാടാ ഇതെന്ന് തോന്നിപ്പിക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ ഇതിനകത്ത് കന്നഡയില റിയൽ സ്റ്റാർ ഉപേന്ദ്ര വന്ന് നിൽക്കുന്ന സീൻ
ക്ലാസ്, ഒന്നും പറയാനില്ല. ഉപേന്ദ്രയും സൂപ്പർ സ്റ്റാറും തമ്മിലല്ല, അവർ രണ്ടുപേരും കൂടി നിന്നിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ട്. ഏത് നമ്മുടെ എമ്പുരാനകത്ത് ലാസ്റ്റ് പൃഥ്വിരാജും ലാലേട്ടനും കൂടി ഇങ്ങനെ നടന്നൊക്കെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമല്ല, ആ ഒരു സംഭവമാണ്. പക്ഷേ ഇതിനകത്ത് ആ സംഭവം നമ്മുടെ ഗോട്ടനി ഒരു മ്യൂസിക് അപ്പം എടുത്തങ്ങ് പിടച്ചിട്ടുണ്ട്. ആ പിടക്കൽ അതിപ്പോഴും ചെവിയിൽ നിന്ന് പോയിട്ടില്ല. ആ മ്യൂസിക്കിൻ്റെ ഫാനാവും നിങ്ങൾ, അഡിക്റ്റ് ആവും നിങ്ങൾ. പക്ഷെ മറ്റൊരു മ്യൂസിക്കും, ഞാൻ ഗോട്ട് അനിയൊക്കെ തന്നെയാണ്, അനിക്ക് ഇതിനകത്ത് വലുതായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം മറ്റുള്ള ഒരു ബി ജി എമ്മും നമ്മുടെ മനസ്സിൽ അങ്ങനെ നിൽക്കുന്നില്ലടേ. ആ തലൈവറങ്ങട്ടുമേ ആ സാധനം പിന്നെ ഉണ്ട്. പക്ഷേ ഈ സാധനം, ഈ ഉപേന്ദ്രയും നമ്മുടെ രജനീകാന്തുമായിട്ട് നിന്ന് വില്ലന്മാരെ അടിച്ചോടിക്കുന്ന ആ ഒരു സംഭവമുണ്ട്. ആ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുള്ള മറ്റേ തക്കിട്ട ആ ഒരു സംഭവം പിടിച്ചിട്ടുള്ളൊരു ബി ജി എം, ഹോ കിടിലൻ, ഒന്നും പറയാനില്ല. ഞാൻ മിക്സറായിട്ടാണ് പറയുന്നത്, ഓർഡറിലൊന്നുമല്ല. ഇൻ്റർവെല്ലിൽ പറയാൻ ഞാൻ വിട്ടുപോയി. ഈ ഇൻ്റർവെല്ലൊരു സംഭവമുണ്ട്. നമ്മൾ ലിയോ കണ്ടപ്പോഴും വിക്രം കണ്ടപ്പോഴും ഒക്കെ ഇൻ്റർവെല്ല് കണ്ട് ഞെട്ടിത്തരിച്ചതാണ്. ഇതിൻ്റെ ഇൻ്റർവെല്ല് കണ്ടിട്ട് എൻ്റെ പൊന്നേ, ഇൻ്റർവെല്ലും പോയടേ. ഇൻ്റർവെല്ല് മൊത്തത്തിൽ യോഗിയുടെ കയ്യിൽ നിന്ന് ഫുള്ളായിട്ട് പോയി. ഞാൻ പറഞ്ഞ ആ ഒരു ഉപേന്ദ്രയായിട്ടുള്ള ആ ഒരു ഫൈറ്റ് സീനില്ലേ, ഉപേന്ദ്രയായിട്ടുള്ള ആ മ്യൂസിക് വെച്ചുള്ള സംഭവം, അത് തൊട്ടാണ് പടം ഒന്ന് ഹൈ ആകുന്നത്. ആദ്യം തൊട്ട് ആ സീൻ വരെ എഴഞ്ഞെഴഞ്ഞ് പോയിട്ട് അവിടെ ഒന്ന് ഹൈ ആകും. ഹൈ ആയതിനു ശേഷം വീണ്ടും താഴും. ക്ലൈമാക്സിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ആരായിരിക്കും വരാൻ പോകുന്നത്? ഞാനത് സ്പോയിലർ ഒന്നുമല്ല, നിങ്ങൾക്കറിയാം, അമീർ ഖാൻ വരും. അമീർ ഖാൻ വന്നതിന് ശേഷവും അമീർ ഖാനെയൊക്കെ കൈ കിട്ടിയിട്ട് വേണ്ട രീതി ഉപയോഗിച്ചിട്ടില്ല. വേണ്ട രീതിയിലൊന്നല്ല, ഒട്ടും ഉപയോഗിച്ചിട്ടില്ല. വീണ്ടും നിർവികാരത ക്ലൈമാക്സിൽ. ആ നിർവികാരതയോടുകൂടി പടം അങ്ങനെ അങ്ങ് തീർന്നു പോകുവാണ്. ഇതാണ് ഈ സിനിമയുടെ മൊത്തത്തിലുള്ള റിവ്യൂ. നിങ്ങൾ സിനിമ കാണുമ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്ന ഈ സംഭവമായിരിക്കും. ആദ്യം തൊട്ട് ഒരു ഞാൻ പറഞ്ഞ ആ ഒരു മ്യൂസിക് വരുന്ന ആ ഫൈറ്റ് സീൻ വരെ, ഉപേന്ദ്രയുടെ എൻട്രി വരെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിർവികാരത അടിക്കാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സിലും ഈ സെയിം താരം തന്നെ അടിക്കാൻ ചാൻസ് ഉണ്ട്. സോ എന്തായാലും പോയി കാണുക. ഇതൊരു ലോകേഷ് കനകരാജ് പടമാണ്. ഇതിനകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന. പക്ഷേ ലോകേഷിൻ്റെ കരിയറിലെ ഏറ്റവും വേസ്റ്റ് പടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ലിയോ എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു ലിയോ വേസ്റ്റ് പടമാണെന്ന്. ലിയോ വേസ്റ്റ് പടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിയോയുടെ ആ ഒരു നമ്മുടെ സെക്കൻഡ് ഹാഫിലെ കുറച്ച് സംഭവങ്ങളുണ്ട്. ആ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷൻ, ആ ഒരു പോർഷൻ ഒഴിച്ച് ലിയോ ഡീസൻറ്റ് പടമാണ്. അത് ലിയോയുടെ കളക്ഷനിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ സിനിമ ഇത്രയും കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് തന്നെ ലിയോ അടിച്ച കളക്ഷൻ്റെ പകുതിയെങ്കിലും അടിക്കുമെന്നുള്ളത് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ലോകേഷ് പടവാണ്, സൂപ്പർ സ്റ്റാറുണ്ട്, കിങ് നാഗാർജുനയുണ്ട്, ഉപേന്ദ്രയുണ്ട്, അമീർ ഖാനുണ്ട്. ഒരു കാര്യമില്ല. അമീർ ഖാൻ ഉണ്ടെന്ന് പറഞ്ഞ് ഈ സിനിമ വെച്ച് നോർത്തിൽ ഒന്നും ചെയ്യാൻ പോണില്ല. നോർത്തിൽ വാർ 2 പോസിറ്റീവ് ആണെങ്കിൽ വാർ 2 കൊല തൂക്കും. കൊല തൂക്കെന്ന് പറഞ്ഞാൽ കൊലപാതക തൂക്കും. പിന്നെ ലോകേഷ് കനകരാജനോട്, മച്ചാനെ നിങ്ങൾ കിടിലനായിട്ട് പടം എടുക്കുന്ന ഡയറക്ടറാണ്, പക്ഷേ കുറച്ചുകൂടി സമയമെടുത്ത് പടം എടുക്കണം. നിങ്ങൾ ഈ ഒരു 4 വർഷത്തിൽ ചെയ്ത എത്ര സിനിമകളാണ്? നിങ്ങൾ രാജമൗലിനെ പോലെയൊക്കെ പടം എടുക്കേണ്ട ഒരാളാണ്. അതായത് രാജമൗലിയുടെ പാറ്റേൺ പിടിച്ച് ചെയ്യണമെന്നല്ല പറഞ്ഞത്, അതേപോലെ ടൈം എടുത്ത് നല്ല രീതിയിൽ അറിഞ്ഞ് പണി നിങ്ങൾ മുമ്പിലേക്ക് വിട്ട് തരികയാണെങ്കിൽ നമുക്കറിയാം അതൊരു പൊട്ടപ്പ സാധനമായിരിക്കും. നിങ്ങൾ ഇതിനു മുമ്പ് തന്നിട്ടുള്ളതാണ്. അതാണ് നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗോട്ട് അനിയുടെ കയ്യിൽ നിന്ന്, അനിയും കുറച്ച് സമയം എടുത്ത് ചെയ്തിരുന്നെങ്കിൽ ഈ സിനിമയിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഈ അവസരത്തിൽ വിജയ് ഹേറ്റേഴ്സിനെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. കാര്യം ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് അല്ലെങ്കിൽ കിടിലൻ റെസ്പോൺസ് വരികയാണെങ്കിൽ വിജയ്ക്കിട്ട് താങ്ങാമല്ലോ. ലോകേഷിൻ്റെ ഏറ്റവും മോശം പടം ലിയോയാണല്ലോ, ലിയോ ആയിട്ട് അല്ലെങ്കിൽ വിജയ് ആയിട്ട് വന്നപ്പോൾ മാത്രമാണ് ലോകേഷ് മൂഞ്ചിച്ചിട്ടുള്ളത്, ബാക്കി എല്ലാവരുമായിട്ടും കിടിലൻ പടം എന്നൊക്കെ പറയാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അവന്മാർ, അല്ലെങ്കിൽ ട്രോളുകൾ ഉണ്ടാക്കി കാത്തിരുന്ന അവന്മാരെ കുറിച്ച് ഓർത്തിട്ട് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. മക്കളെ, ഇത്തവണ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. ലോകേഷിൻ്റെ ബെസ്റ്റ് വർക്ക് തന്നെയാണ് ലിയോ. അത് നിങ്ങൾ സംഭവിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളത് സമ്മതിക്കും, നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കും എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ലിയോയുടെ ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി പോലും കൂലി എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടാനില്ല. പക്ഷേ എങ്കിലും സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, നാഗാർജുന ഇവരെല്ലാവരും ഉണ്ട്, അമീർ ഖാൻ, ഉപേന്ദ്ര, ഇവരെല്ലാവരും സ്ക്രീനിൽ കാണാൻ വേണ്ടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൂലിക്ക് ടിക്കറ്റ് എടുക്കാം. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ലോകേഷിൻ്റെ ബെസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ലോകേഷിൻ്റെ വേസ്റ്റ് വർക്ക് തന്നെയാണ് കൂലി. അപ്പോൾ കൂലി സിനിമ നിങ്ങൾ കണ്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കാണാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിവ്യൂവും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. ഈ റിവ്യൂ കണ്ട് നിങ്ങൾ കാണണ്ട എന്നുള്ള തീരുമാനം എടുക്കേണ്ട. കാര്യം ഇത് നിങ്ങൾക്ക് 150 രൂപ കൊടുത്ത് കാണുമ്പോൾ ഒരു ഇത്രയും സ്റ്റാർസിനെ കണ്ടിരിക്കാൻ പറ്റുന്നതുകൊണ്ട് അത് നല്ലതാടേ. നിങ്ങൾ കണ്ടോ? ഞാൻ ഈ റിവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ റിവ്യൂസും ഇങ്ങനെ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്, ഒരു സംശയമില്ല. അത് കണ്ട് നിങ്ങൾ കാണാൻ തീരുമാനം എടുക്കണ്ട, പോയി കാണ്. ബൈ ബൈ.